നമസ്കാരം. തലസ്ഥാന നഗരത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഒരു KSRTC ബസ് ഡ്രൈവറും തമ്മിലുള്ള വാക്ക് തർക്കത്തിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആ ഒരു സംഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ ലോജിക്കലി ചിന്തയിൽ മനസ്സിലാകും, ഒരു KSRTC ബസ് സ്വകാര്യ കാറിൽ വന്നവരെ അപകടപ്പെടുത്തുന്ന തരത്തിലെങ്ങാനും ഡ്രൈവ് ചെയ്തുകൊണ്ടാകാം അതിനെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെയല്ലാതെ അതിന് മറ്റൊരു വഴിയില്ല. കാര്യം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി ഇത്തരം സംഭവവികാസങ്ങൾ KSRTC ഡ്രൈവർമാർക്ക് നേരെ ഈ പൊതു ഇടങ്ങളിലൊക്കെ സ്വകാര്യ വ്യക്തികളൊക്കെ നടത്തുന്നത് പലകുറി കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ ഇപ്പോ മേയർ ആര്യ രാജേന്ദ്രൻ ആ കാറിൽ ഉണ്ടായിരുന്നതാണ് വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യമായി മാറുന്നത്. ആ വാഹനത്തെ തടഞ്ഞു നിർത്തി ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം അതൊന്ന് കാണാം. വണ്ടിയുടെ നമ്പറാണ്. കണ്ടല്ലോ, സ്വകാര്യ വാഹനത്തിലാണ്, ഔദ്യോഗിക വാഹനത്തിലല്ല. ആ വാഹനം സാഫല്യം കോംപ്ലക്സ്, പാളയത്തിന് സമീപമുള്ള സാഫല്യം കോംപ്ലക്സിന്റെ മുന്നിൽ തടഞ്ഞു നിർത്തിയിട്ടാണ് ഇറങ്ങി ഡ്രൈവറോട് ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിലെല്ലാം ഒരു ഡ്രൈവറുടെ ധിക്കാരം കണ്ടു. സ്വാഭാവികമായിട്ട് നിരത്തിലൂടെ വാഹനം ഓടിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത്തരം ഡ്രൈവർമാരുടെ സ്വഭാവത്തിൽ നിന്ന് ദുരനുഭവം നേരിട്ട നിരവധി പേരുണ്ടാകും. കാര്യം ഈ KSRTC വണ്ടി ഓടിക്കുന്നവരെല്ലാം മഹാന്മാരൊന്നുമല്ല, വളരെ മാതൃകാപരമായി റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നവരുമല്ല. അവർക്ക് എത്തേണ്ടടുത്ത് എത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ മനോഭാവത്തിനനുസരിച്ച് വണ്ടി ഓടിക്കുന്നവരാണ്. അതിൽ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പൊതുവെ ചിന്തിക്കാത്തവരാണ്. എല്ലാവരുമല്ല, ഒരു വിഭാഗം. അവർ ചെയ്യുന്ന പ്രവർത്തനം എല്ലാവർക്കും പഴിയാകുകയാണ്. KSRTCക്ക് മൊത്തം ഇത്തരക്കാരെ കൊണ്ട് വലിയ തോതിൽ പേരുദോഷം കേൾക്കാനിടയായിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ റോഡിലൂടെ നമ്മളാണ് പോകുന്നെങ്കിൽ പോലും ഒരു സ്വകാര്യ വാഹനം പോകുന്നു, ഒരു KSRTC ബസ് കടന്നു പോകുന്നത്, ആ വണ്ടി ഓടിക്കുന്ന വ്യക്തിയോട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും അമർഷം ഉണ്ടാകും. സ്വാഭാവികമായിട്ട് നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ആ വണ്ടി കടന്നു പോയാൽ നമ്മൾക്ക് വല്ലാത്ത പ്രകോപനം ഉണ്ടാകും, ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടാകും. ഇതേ നടക്കാറുള്ളൂ. ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLA-യുമാണ് ആ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം പാളയം കഴിഞ്ഞപ്പോഴുണ്ടായ ചില ബുദ്ധിമുട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യേണ്ടി വന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് സത്യാവസ്ഥ എന്നും ആരും അറിയണ്ട. ഇനിയിപ്പോ ഡ്രൈവറിന്റെ പക്ഷം പിടിച്ചുകൊണ്ട് ഈ യുവ നേതാക്കന്മാരെ ആക്ഷേപിക്കാൻ എന്തെങ്കിലും പറ്റൂ എന്നാണ് ഇവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം സ്വാഭാവികമായിട്ട് ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ മാപ്രകൾക്ക് വല്ലാത്ത താല്പര്യക്കുറവുണ്ട്. എത്ര കള്ള പ്രചരണങ്ങൾ അവർക്കെതിരെ ഉണ്ടായതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവവികാസം ഉണ്ടായപ്പോൾ ഏഷ്യാനെറ്റിലെ ഒരു മാപ്രയുടെ റിപ്പോർട്ടിംഗ് ആണ് കേൾക്കാനിടയായത്. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നോട് മോശമായി പെരുമാറി എന്നുള്ള നിലയ്ക്ക് ആര്യ രാജേന്ദ്രൻ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഡ്രൈവർ യദുവിനെതിരെ കേസ് കൊടുക്കുകയും ആ ഒരു പരാതിയുടെ പേരിൽ ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ വർത്തമാനം തന്നെ ശ്രദ്ധിക്കൂ. ഒരാൾക്കെതിരെ എത്ര രോഷത്തോടു കൂടിയാണ് അയാൾ സംസാരിക്കുന്നത്. അതായത് തന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നല്ല, സൗകര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യും, ഞാൻ ഇങ്ങനെയൊക്കെ ആണ് എന്നുള്ള മട്ടും ഭാവത്തിലുമാണ് വർത്തമാനം പറയുന്നത്. വർത്തമാനം പറഞ്ഞതിന് ശേഷം ഒരു വാചകം കൂടി എടുത്ത് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ശമ്പളം തന്നിട്ട് സംസാരിക്കുന്നു. അപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന വ്യക്തിയെ ഇനിയിപ്പോ ഈ നാട്ടിൽ പൂവിട്ട് പൂജിക്കാൻ വേണ്ടി സംഘപരിവാർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരും. കാര്യം ഇനി മഹാനാണ്, ഇങ്ങനെയുള്ള ഒരു വർത്തമാനം പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് കിട്ടുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനിയിപ്പോ ഒരു കുപ്രചരണത്തിന് അവസരമൊരുങ്ങും. പക്ഷേ നേരത്തെ പറഞ്ഞു വന്നതല്ല, ഏഷ്യാനെറ്റ് മാപ്പർ റിപ്പോർട്ട് ചെയ്യണം. അതായത് ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. പക്ഷേ യദുവിന്റെ പരാതി, അതായത് ഇയാളും മേയർക്കെതിരെ പരാതി കൊടുത്തു, ആ പരാതിയിൽ കേസെടുത്തിട്ടില്ല. എന്തായാലും
ആ ഒരു റിപ്പോർട്ടിങ്ങിന്റെ കുറച്ചൊന്ന് കേട്ടെ. കന്റോൺമെന്റ് പോലീസ് ഇന്നലെ തന്നെ ഈ ഡ്രൈവർ LH യേതുവിനെ കസ്റ്റഡിയിൽ എടുക്കുകയും ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം KSRTC ബസിന്റെ സർവീസ് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനം കുറുകെ ഇട്ടുവെന്നും തന്നോട് മോശമായി പെരുമാറിയെന്നും കാണിച്ച് LH യേതു ഡ്രൈവറും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല. പോലീസ് പറയുന്നത് പരാതി പരിശോധിച്ച ശേഷം മാത്രമേ കേസെടുക്കുമെന്നാണ്. ഏതായാലും ആര്യരാജേന്ദ്രൻ നൽകിയ പരാതിയിൽ KSRTC ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആര്യരാജേന്ദ്രന്റെ വാഹനം ഈ KSRTC ബസിന് മുന്നിൽ കൊണ്ടുവന്ന് സർവീസ് തടസ്സപ്പെടുന്ന രീതിയിൽ കൊണ്ടുവന്ന് ഇടുന്നതും ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നതും. ഏതായാലും മോശമായി പെരുമാറിയെന്ന പരാതി ഇരുവരും കൊടുത്തിട്ടുണ്ട്. ആര്യരാജേന്ദ്രൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. കേട്ടല്ലോ, പരാതിക്കാർ ആരാണോ അവർക്കെതിരെ ഉണ്ടായ ദുരനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം ആരാണോ പ്രതിഭാഗത്ത് നിൽക്കുന്നത് അവരുടെ പരാതിയിൽ കേസെടുത്തില്ല എന്നാണ് പറയാനുള്ളത്. കാര്യം KSRTC ബസ്സിലെ ഡ്രൈവിങ്ങിനെ കുറിച്ചൊന്നും ഈ നാട്ടിൽ ആരടുത്തും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇതിനെ സംബന്ധിച്ച് ഇയാളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാണല്ലോ ഇനി തെളിയിക്കപ്പെടേണ്ടത്. എന്തായാലും ഈ വഴിയെ പോകുന്ന ഒരു യദു എന്നുള്ളൊരു ഡ്രൈവറിനോട് ഒരു സ്വകാര്യ വാഹനത്തിൽ പോകുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകേണ്ട സാഹചര്യമുണ്ടോ? ഒരിക്കലും ഉണ്ടാകില്ല. ഇദ്ദേഹത്തിനുമായിട്ട് എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യമുണ്ടോ? അതുമില്ല. അപ്പോ സ്വാഭാവികമായിട്ടൊരു സംഭവം ഉണ്ടായെങ്കിൽ എന്താണ് സംഭവം? അവരും അറിയപ്പെടുന്നവരാണ്, ഒരു മര്യാദയൊക്കെ കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ കേട്ടില്ലേ, ശമ്പളമൊക്കെ തന്നിട്ട് സംസാരിക്കുന്നൊക്കെ പറയണമെങ്കിൽ ഉള്ളിൽ വല്ലാത്ത ധിക്കാരമുള്ള ഒരുത്തനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നടപടി ആവശ്യമുണ്ട്. കാര്യം എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഒരാൾ വ്യക്തിയെ തടഞ്ഞു നിർത്താൻ, KSRTC ബസ്സിനെ തടഞ്ഞു നിർത്താൻ ഒരു സ്വകാര്യ വാഹനത്തിൽ വന്നവർ എന്തുകൊണ്ട് നിർബന്ധിതരായി? അത് അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ന്യായീകരിക്കുന്നവർക്ക് ന്യായീകരിക്കാം. അതായത് ഇനിയിപ്പോ വല്ലാത്തൊരു വീര പരിവേഷവും കൊടുത്ത് ഈ യദുവിനെ ഇപ്പോ രംഗത്തിറക്കും, എന്റെ ജോലിയൊക്കെ പറഞ്ഞുവിടുമെന്ന് പറഞ്ഞുകൊണ്ട് മാപ്രകൾ ഇദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കുകയാണ്. ഇദ്ദേഹത്തിനെതിരെ ഒരു സഹതാപം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. മര്യാദകേട് എവിടെയെങ്കിലും കാട്ടിയതിനു ശേഷം അവരെ ഇങ്ങനെ സഹതാപത്തിൽ മൂടി പുതഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് തോന്നിയോസം കാണിക്കാനുള്ള അവാർഡ് ആർക്കും കൊടുക്കേണ്ടതില്ല. ഈ നാട്ടിൽ കുറേയേറെ ജീവനക്കാർക്ക് മാപ്രകളിലൂടെ ഇങ്ങനെയുള്ള ആനുകൂല്യം കിട്ടുന്നുണ്ട്. എന്ത് തരം വൃത്തികേടും കാട്ടിയതിനു ശേഷം മാപ്രകൾ ഇവരെ വല്ലാതെ പാടിപ്പുകഴ്ത്തുന്ന ഒരു അവസ്ഥയുണ്ട്. നേരെ മറിച്ച് ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്ന സംഭവം ഉണ്ടെങ്കിൽ അതൊന്നും വാർത്തയല്ല. ഇവർ കാട്ടിക്കൂട്ടുന്നതിനെ ഇവരെ അങ്ങ് ഹീറോ ആക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇവർക്ക് വല്ലാത്ത തോതിൽ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. തോന്നിവാസമാണ്. എനിക്ക് നേരെയോ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ചെയ്യുന്നതിന് നേരെയും നാളെ ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ അമർച്ച ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയും ആർക്കെതിരെയും എന്തും പറയാമെന്നുള്ള തോന്നലുള്ളതൊക്കെ ഈ നാട്ടിൽ ഒരു സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അതൊരു ഭൂഷണമല്ലാത്ത കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആര്യ രാജേന്ദ്രനൊക്കെ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയോട് പൂർവ്വ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ടാകേണ്ട കാര്യമല്ല. കാര്യം അങ്ങനെ ഒരു സംഭവവികാസം റോഡിൽ ഉണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഇപ്പോൾ സൈഡ് കൊടുക്കാത്ത സംഭവം ഉണ്ടെങ്കിലോ റോഡിന്റെ മധ്യഭാഗം പിടിച്ച് പോകുന്നുണ്ടെങ്കിലോ KSRTC ബസ്സുകളുടെ ഡ്രൈവിംഗ് ഒക്കെ അങ്ങനെയാണ്. സൈഡ് കൊടുക്കാനൊക്കെ വലിയ പാടാണ്. അവർ സെന്റർ പിടിച്ചേ പോകത്തുള്ളൂ. പയ്യെ പോവുകയാണെങ്കിൽ സെന്റർ പിടിച്ച് ഇടതുവശം ചേർന്ന് പോകേണ്ട സാഹചര്യമില്ല. അങ്ങനെ സൈഡ് കൊടുക്കാത്തൊരവസ്ഥ, ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിജസ്ഥിതി പുറത്തു വരേണ്ടതുണ്ട്. ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ വെറുതെ അങ്ങനെ ചെയ്യുമെന്ന് ആരും കരുതുന്നുമില്ല. അതുകൊണ്ട് അതിന്റെ നിജസ്ഥിതി പുറത്തു വരുന്നുണ്ട്. ഇമാതിരി തോന്നിവാസ വർത്താനം പറയാനും ധിക്കാരം കാണിക്കുന്നുണ്ടെങ്കിൽ ഇയാളെയൊക്കെ വീട്ടിയിരുത്തുക തന്നെയാണ് വേണ്ടത്. ഒരു തരത്തിലുള്ള ആനുകൂല്യം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യങ്ങൾ എന്താണ് പറയുന്നത് അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ഞാൻ വലിയ സംഭവമാണ്, എനിക്കിവിടെ ഒരുത്തനെ മൈൻഡ് ചെയ്യണ്ട, ഞാൻ എന്തോ ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്ക് ഒരു മനുഷ്യന്റെ മുന്നിൽ തലകുനിക്കുകയോ ഒന്നും ചെയ്യില്ല എന്നുള്ള രീതിയിലൊക്കെ അഹങ്കാരത്തിന്റെ മൂർത്തിമത് ഭാവമായി ഇരിക്കുന്നവർ അവർ സമൂഹത്തിനോടും ഇത് മാത്രമേ കാട്ടത്തുള്ളൂ. മറ്റൊരാൾ ഇതേ പരാതിയുമായി അവരുടെ മുന്നിൽ വരികയാണെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്തെ ഷോ ആയിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഡ്രൈവർക്കെതിരെ പ്രാഥമികമായ നടപടി അനിവാര്യമാണെന്ന് ആ വീഡിയോ ദൃശ്യം കാണുമ്പോൾ ബോധ്യപ്പെടുകയാണ്. അതിൽ ഗതാഗത മന്ത്രി ഉടനടി നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. തുടർന്ന് അന്വേഷണത്തിലൂടെ ബാക്കി കാര്യങ്ങളുടെ വസ്തുതകൾ പുറത്തേക്ക് വരട്ടെ.